പ്രൈസ് ലോർഡ്. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തുകൊണ്ട് ഓടി ഒളിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു? എവിടെ നിന്ന്? നമുക്കേറെ ഇഷ്ടമുള്ള, നമ്മളേറെ കംഫർട്ടായിരിക്കുന്ന, ഒന്നുകൂടെ ഒരു ഭക്തനായി പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഇടത്ത് നിന്ന് എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു, അല്ലെങ്കിൽ ഓടി ഒളിക്കേണ്ടി വരുന്നു? സ്വയമാകാം, ഫോഴ്സ്ഫുള്ളി ആയിരിക്കാം, അല്ലേ സഹോദര സഹോദരി? നിന്നെക്കുറിച്ചാണ്. ഓടി ഒളിക്കേണ്ടി വരുന്നു ചിലയിടങ്ങളിൽ നിന്ന്. പക്ഷേ എവിടെ നിന്നാണോ നീ ഓടി പോകുന്നത്, അല്ലെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത്, അവിടെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവിടെ നിൽക്കുവാൻ, അവിടെ തുടരുവാൻ, അതെ, ആ രാജ്യത്ത് തന്നെ തുടരുവാൻ, ആ ജോലി ചെയ്യുവാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല. ഓടിപ്പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഓടിക്കപ്പെടുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദ മുഖാന്തരമാകാം ഓടിക്കപ്പെടുന്നു. ചില സ്ഥലങ്ങളിൽ മറയ്ക്കപ്പെടുന്നു, അല്ലേ സഹോദരി? നിന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ നീ ചില സ്ഥാനങ്ങളിൽ നിന്നെ വെളിപ്പെടുത്തുവാൻ, ചിലരുടെ മുമ്പിൽ നല്ലൊരു ഭാര്യയായും, നല്ലൊരു കുടുംബിനിയായി, നല്ലൊരു അമ്മയായി, നല്ലൊരു സ്റ്റാഫായി, നല്ലൊരു പ്രൊഫഷണൽ ആയി നീ നിന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് കഴിയുന്നില്ല. ഓടിക്കപ്പെടുന്നുണ്ട്, അല്ലേ മക്കളെ? നല്ലൊരു വിദ്യാർത്ഥിയായി, നല്ല കാലിബറുള്ള, നല്ല കരീഷ്മയുള്ള, അങ്ങനെ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഇടത്ത്, നിങ്ങൾ കംഫർട്ടായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയുന്നില്ല. ഓടിക്കപ്പെടുന്നു. സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന്, തൊഴിൽ സംബന്ധമായി എത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന്, കൂട്ടുകാരുടെ ഇടയിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന് ഓടിക്കപ്പെടുന്നുണ്ട്. വായ്, എന്തുകൊണ്ട്? അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് നമ്മൾ ഇന്ന് ദൈവകൃപയാൽ ധ്യാനിക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4ലധികം വ്യക്തികളാണ് ഇതേ ഒരു സംശയം പ്രാർത്ഥനയുടെ മധ്യേ എന്നോട് സംസാരിച്ചതും. അപ്പോൾ അവരിൽ നിങ്ങളും ഉണ്ട് എന്ന് ദൈവകൃപയാൽ ഞാൻ മനസ്സിലാക്കുന്നു. ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നിരാശപ്പെടേണ്ട, വളരെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അതിന്മേൽ എണ്ണ ഒഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്നായിരുന്നു പേർ. ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യത്തിൻ്റെ 2ാമത്തെ ഭാഗം വായിക്കാം. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്നായിരുന്നു പേർ. ഏതാണ്? ഒരു പട്ടണമായി മാറിയ ഒരു വിജന പ്രദേശം, മരുഭൂമി. അവിടേക്ക് ഒരുവൻ ഓടി എത്തുകയാണ്. എവിടെ നിന്ന്? അവൻ കംഫർട്ടായിരുന്ന സ്ഥാനത്ത് നിന്ന്, യാക്കോബിൻ്റെ വീട്ടിനകത്ത് നിന്ന്, ഗോത്രപിതാവായ യാക്കോബിൻ്റെ ഭവനത്തിനകത്ത് നിന്ന്. സഹോദര, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് കരുതിയ, നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്ന ചില സ്ഥാനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുന്നു. നീ ചെന്നുപെട്ടിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, അത് ലൂസ് അഥവാ മരുഭൂമി, നിർജ്ജന പ്രദേശം. നിന്റെ കണ്ണുനീർ നീ മാത്രം കാണുവാനുള്ള, നിന്റെ ഏങ്ങലയുടെ ശബ്ദം അലയൊലിയായി നിന്റെ കാതുകളിൽ മാത്രം മുഴങ്ങുന്ന, വെറുത്തിട്ടാകട്ടെ, കഠിനപ്പെട്ടിട്ടാകട്ടെ, സഹതപിച്ചിട്ടാകട്ടെ, കാരണമന്വേഷിക്കുവാൻ ആളില്ലാത്ത സ്ഥാനത്ത്, അതേ സഹോദരി, നീ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, ലൂസ് എന്ന മരുഭൂ പ്രദേശത്തിലായിപ്പോയ ഭക്തനെ പോലെ നീ ആയിരിക്കുന്നു. ആ ഭക്തൻ്റെ പേര് യാക്കോബ്. ഇസഹാക്കിൻ്റെ ഭവനത്തിൽ നിന്ന് ഓടി വന്ന യാക്കോബ്. ഞാൻ ആദ്യം പറഞ്ഞത് യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് ഓടി വന്നു എന്നാണ്. ആ സാന്ദർഭികവശാൽ അത് ശരിയാണ്. അന്ന് വരെ അത് യാക്കോബിൻ്റെ ഭവനമായിരുന്നു. ഇസഹാക്ക് എന്ന പ്രിയ പിതാവിൻ്റെയും തൻ്റെ ഇസഹാക്കിൻ്റെ ഭാര്യയുടെ മകനായ യാക്കോബ് ജീവിച്ച യാക്കോബിൻ്റെ ഭവനം തന്നെ. വന്നത് ഇസഹാക്ക് എന്ന ആബ്രഹാമിൻ്റെ മകനായ, ദൈവമേറെ സ്നേഹിക്കുന്ന, ചില ഇടങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി പോലും കാണുവാൻ കഴിയും വിധത്തിൽ ഒരു നിഴലാട്ടം ദർശിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവൻ. അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അനുഗ്രഹം പ്രാപിച്ചത്. നീ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. മക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ നിങ്ങൾ ഓടിക്കപ്പെട്ടത് അനുഗ്രഹങ്ങളിൽ നിന്നാണ്, സന്തോഷങ്ങളിൽ നിന്നാണ്, നന്മകളിൽ നിന്നാണ്. അതാണ് ഏറ്റവും നിങ്ങളെ സങ്കടപ്പെടുത്തുന്നത്. അല്ലേ സഹോദരി? നല്ലൊരു കുടുംബജീവിതം, നല്ല ഭർത്താവ്, നല്ല മക്കൾ, നല്ല സന്തോഷം, നല്ല അനുഭവങ്ങൾ.
നല്ല ജോലി, എല്ലാം നന്നായി പോകുന്നു, മറ്റുള്ളവർക്കെല്ലാം നല്ലത് മാത്രമേ പറയുവാനുള്ളൂ, ഒത്തിരി സ്വപ്നങ്ങൾ കാണുവാനും ഒത്തിരി പലതും ചിന്തിച്ച് അങ്ങനെ ജീവിതത്തെ ഒരു താളത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് ഓടിക്കപ്പെട്ടിരിക്കുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം, ചില നിയമങ്ങൾ മാറിയതാകാം, സഹായിക്കേണ്ടവർ സഹായിക്കാത്തതായിരിക്കാം, സ്നേഹിച്ചവർ വിരോധമായി നിന്നതായിരിക്കാം. പക്ഷേ ഇവിടെ ഓടിക്കപ്പെട്ടു വന്ന സമയത്ത് താനൊരു രാത്രിയിൽ അകപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ടായിരുന്ന ആ സ്ഥലത്തിനെ കുറിച്ച് പറയുന്നത് ലൂസ് അഥവാ മരുഭൂമി, വിജനമായ സ്ഥലം, ഏകാന്തമായ സ്ഥലം, ഒറ്റപ്പെടൽ, ഭയങ്കരമായ ഒറ്റപ്പെടൽ. ഒരു വല്ലാത്ത അവസ്ഥയിൽ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. എന്തുകൊണ്ട്? കർത്താവേ പറ, എന്തുകൊണ്ടാണ് കർത്താവേ? ഞാൻ പ്രാർത്ഥിക്കുന്നവളല്ലേ, ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനല്ലേ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നവനല്ലേ, കർത്താവ് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തവനല്ലേ ആണ്. പക്ഷേ പിന്നെ എന്തുകൊണ്ട്? ഉത്തരമൊന്ന്, മോളെ വേണ്ടേ, അവിടെ ഒരു പട്ടണമുണ്ട്. ലൂസ് എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര്. വിജനതയാണ്, അവിടെ ഒന്നുമില്ല, അതിങ്ങനെ പാഴടഞ്ഞ് കിടക്കുക. അത് കണ്ടിട്ട് എനിക്കിഷ്ടപ്പെടുന്നില്ല. ദൈവം പറയുക, എനിക്കിഷ്ടപ്പെടുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് അവിടേക്ക് ഓട്. എനിക്ക് ആ ലൂസിനെ ബഥേലാക്കി മാറ്റുവാൻ ഇഷ്ടമുണ്ട്. ബഥേൽ ദൈവത്തിൻ്റെ ഭവനം. നീ ഇന്ന് ഒറ്റപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ചില സ്ഥാനങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവം നിന്നെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. കാരണം നിൻ്റെ കണ്ണുനീരിന് മരുഭൂമിയെ, വരണ്ട നിലത്തെ, വിജന പ്രദേശത്തെ മനോഹരമായ താഴ്വര സമാനമായ അനുഭവമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളികളെ ജല തടാകങ്ങളാക്കി മാറ്റുവാൻ ഷബറിദലമാശകനെ നീ നായിരിക്കുന്ന ആ സ്ഥാനത്തെ വിജനത മാറ്റുവാൻ, ഒറ്റപ്പെടൽ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. നിൻ്റെ കണ്ണുനീർ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്, നിൻ്റെ പ്രാർത്ഥന ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. നോക്കൂ, ആ സ്ഥാനത്തെത്തുമ്പോൾ യാക്കോബ് തിരിച്ചറിയുകയാണ്, ഇതെൻ്റെ സമയം. പേര് വിട്ടു. ഞാൻ കരയാൻ പോകുന്ന ഈ സ്ഥലം ഇനി അത് ലൂസ് എന്നറിയപ്പെടത്തില്ല, ഇനി അത് ബഥേലാണ്, ഇനി അത് ദൈവത്തിൻ്റെ പട്ടണമാണ്. കാരണം എൻ്റെ കണ്ണുനീർ പട്ടണത്തിൻ്റെ പേര് മാറ്റുവാൻ പോകുന്നു. സഹോദര, നിൻ്റെ കണ്ണുനീർ നീ ഓടി ഒളിച്ചായിരിക്കുന്ന അതേ സ്ഥാനത്തിൻ്റെ പേര് മാറ്റുവാൻ പോകുന്നു. നീ കരയുന്ന ഭവനത്തിൻ്റെ പേര് മാറ്റുവാൻ പോകുന്നു. നീ ആയിരിക്കുന്ന വേദനപ്പെടുത്തുന്ന അനുഭവത്തിന് ഇടയായിത്തീർന്ന സാഹചര്യങ്ങളുടെ അവസ്ഥകളുടെ പേര് ചേഞ്ച് ചെയ്യുവാൻ പോകും. ഷബറിതല ആ ഭവനം, അതേ ദാരിദ്ര്യം പിടിച്ച നരക ജീവിതം സമ്മാനിക്കുന്ന ആ ഭവനം ഇനി ബഥേലാണ്. ഓ ഷബറിതലമാശകൻ, നീ വീണുപോയി. നല്ല സാലറി ഉണ്ടായിരുന്നിടത്ത് നിന്ന്, നല്ല അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് സാലറി കുറവാണ്, ഇതുമില്ല, അയ്യോ ഇങ്ങനെ ഒരു നശിച്ചാൽ നീ മുഖാന്തരം അത് ബഥേലായി മാറുവാൻ പോകുന്നു, ദൈവമുള്ളയിടമായി മാറുവാൻ പോകുന്നു. റെഡിയായിക്കോ? ആ ഭവനത്തിൻ്റെ, ആ പട്ടണത്തിൻ്റെ, ആ സാഹചര്യത്തിൻ്റെ പേര് മാറ്റുവാൻ റെഡിയായിക്കോ. ദൈവം ചില സ്ഥലങ്ങൾ, ചില സ്ഥാനങ്ങൾ, ചില വ്യക്തികൾ, ഇപ്പോൾ നിങ്ങളുമായി ചേർന്നിരിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ, അവരെ കൊണ്ട് യഥാർത്ഥത്തിലൊരു പ്രയോജനം, അയ്യോ ആരും അല്ലാത്ത ആദ്യം മക്കൾ, ഹസ്ബൻഡ്, ആ തൊഴിൽ, ആ ബിസിനസ്, ഒരു ഇതുമില്ല, ഒരു അച്ചപ്പം, ഒരു പ്രയോജനമില്ല. പക്ഷെ എന്തോ അവരങ്ങനെ ഇരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ലൂസ് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ബഥേലാകണമെന്ന് ദൈവമാകും. നിന്നിലൂടെ ബഥേലായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2, ഇവൻ യാക്കോബ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യകാലമുള്ളൊരു മകനാണ്. അപ്പൻ്റെ പ്രിയമകൻ, അമ്മയുടെ പ്രിയമകൻ. അപ്പൻ്റെ പ്രിയമകൻ എന്ന് പറയുന്നതിനേക്കാൾ അമ്മയുടെ പ്രിയമകൻ. തൻ്റെ ഉള്ളിൽ അടങ്ങാതെ കത്തിച്ചൊലിക്കുന്ന അനുഗ്രഹം പിടിച്ചെടുക്കണം, അനുഗ്രഹിക്കപ്പെടണമെന്ന ആഗ്രഹത്തിന് വളവും വെള്ളവും ഒഴിച്ച് വളർത്തുന്ന ഒരമ്മ. പ്രിയ അമ്മമാരെ, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ മക്കളിൽ ഒരുവൻ എനിക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി കരയാനും അവന് വേണ്ടി ഉപവസിക്കുവാനും നിങ്ങൾ മടിക്കരുത്. നിങ്ങളുടെ ഉപവാസവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ തലമുറയുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ പോകുക. ഷബറിതല, അവൻ ആഗ്രഹിച്ച അനുഗ്രഹം അപ്പൻ്റെ സ്വത്തല്ല, അപ്പൻ്റെ വസ്തുവകയല്ല, അപ്പൻ്റെ അനുഗ്രഹം. അപ്പൻ്റെ നാവിൽ നിന്ന് എൻ്റെ അപ്പൻ എന്നെ അനുഗ്രഹിക്കണം. ഓ ഷബറിതല മഷകൻ, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. പ്രിൻസർ ഫാമിലിക്കൊപ്പം ഉള്ളവർക്കത് വ്യക്തമായി തിരിച്ചറിയുവാനായിട്ട് കഴിയും. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, അപ്പനിൽ നിന്നിട്ട് കിട്ടിയ അനുഗ്രഹം എന്താണ്? അപ്പൻ അനുഗ്രഹിക്കുക.
ആ അനുഗ്രഹവും ചുമന്നുകൊണ്ടാണ് ഈ മകൻ ഓടിപ്പോകേണ്ടി വരുന്നത്. അനുഗ്രഹം കിട്ടിയ മകൻ ഓടിപ്പോകേണ്ടി വരുന്നു. ആരാണ് ഓടിക്കുന്നത്? അനുഗ്രഹം കിട്ടാതെ പോയവൻ, അനുഗ്രഹം മിസ് ചെയ്തവൻ. എപ്പോഴും നിങ്ങൾ അനുഗ്രഹത്തിനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവിക പദ്ധതിക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ആ ട്രെയിൻ മിസ്സായവർ നിങ്ങളെ ഓടിക്കും. ഷബറിതല. ആരാണ് നിങ്ങളുടെ ശത്രു? ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ ശത്രു ആരാണ്? മിസ്സായവരാണ്, കുറി തെറ്റിയവരാണ്. ദാവീദിൻ്റെ ശത്രു വേറെ ആരുമല്ല, ശൗലാണ്. അവൻ മിസ് ചെയ്തവനാണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, മിസ് ചെയ്തവരെ നിങ്ങൾ സൂക്ഷിക്കുക. ആത്മീയ ജീവിതം ത്യജിച്ചു കളഞ്ഞവരെ, പിന്മാറിപ്പോയവരെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഷബറി തലമാഷ ഭാഷക്കനെ ചിലരോടത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അവൻ നോക്കൂ, അവൻ ഈ പോകുന്ന പോക്കിൽ അവന് ദൈവശബ്ദം കേൾക്കുകയാണ്, ലൂസിൽ. എന്തുകൊണ്ട് ഓടിപ്പോകേണ്ടി വന്നു? രണ്ടാമത്തെ ഉത്തരം 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രദ്ധിച്ചോളണം. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. നിന്നെ ഓടിക്കുന്നത് നീ എവിടെയെങ്കിലും പോയി അവസാനിച്ച് പോകുവാനല്ല. ഓടിക്കുന്നത് ശത്രുവായിരിക്കാം, ഓടുന്നത് നിൻ്റെ ഇഷ്ടം പ്രകാരമായിരിക്കത്തില്ല, ഓടിക്കുന്നത് സാഹചര്യങ്ങളായിരിക്കാം, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളാലായിരിക്കാം നീ ഓടുന്നത്. പക്ഷേ ആ പോക്കിൽ നീ നശിച്ചു പോകാനല്ല. ബൈബിൾ പറയുന്നു, ദൈവം നിന്നോട് കൂടിയിരിക്കും. നീ എവിടെ പോയാലും ദൈവം നിന്നോട് കൂടിയിരിക്കും. കൂടിയിരിക്കുക മാത്രമല്ല, മടക്കി വരുത്തും. നിനക്കൊരു മടങ്ങി വരവുണ്ട്. നീ പ്രാപിച്ചെടുത്ത അനുഗ്രഹങ്ങളുടെ വർധനവിനായി വയൽ ഭൂമിയിലേക്ക് നിന്നെ ദൈവം അയക്കുന്നു. ഷബറിതല. ഈ അനുഗ്രഹം എല്ലായിടത്തും വളരത്തില്ല. അനുഗ്രഹം വളരുന്ന സ്ഥാനങ്ങളിലേക്ക് ദൈവം നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു വച്ചിരിക്കുക. അനുഗ്രഹം വളരുവാനായി ദൈവം ഒരുക്കിയ സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ മേലുള്ള അനുഗ്രഹം വളരുവാൻ, നിങ്ങൾ ഒത്തിരി നാളുകളായി പ്രാർത്ഥിച്ചു പ്രാപിച്ച അനുഗ്രഹങ്ങൾ വളരുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന വയൽ പ്രദേശങ്ങളുണ്ട്. അവിടേക്കൊരു യാത്ര ഈ ദിവസങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. എവിടെയാണത്? ലാബാൻ്റെ ഭവനം. നോക്കൂ, ലോകപ്രകാരം നോക്കുമ്പോൾ ലാബാൻ ഒരു പ്രശ്നക്കാരനാണ്. ലാബാൻ്റെ ഭവനത്തിൽ പോയിട്ടൊന്നും ആരും ലാബാൻ്റെ കയ്യിൽ നിന്ന് വരത്തില്ല. പക്ഷേ നീയാണ് പോകുന്നതെങ്കിൽ, അഥവാ യാക്കോബാണ് പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ നിന്ന് വലിയ 2 കൂട്ടത്തോടെ മടങ്ങും. ഒരു മടക്ക ശുഭറാണ്. കാരണം ദൈവം യാക്കോബിനെ ദൈവമാണ് അയച്ചത്. ദൈവം യാക്കോബിനോട് കൂടെയുണ്ട്. അയച്ചവൻ വിശ്വസ്തനായി കൂടെയുണ്ട്. നീ ചെന്നെത്തുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒരു പക്ഷേ നിനക്ക് പേടിയും ഭയവും ഒക്കെ തോന്നും. അയ്യോ, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് വന്നല്ലോ, ഇങ്ങനെ ഒരു ജീവിതാനുഭവം എൻ്റെ എനിക്കുണ്ടായല്ലോ, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായല്ലോ, ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നല്ലോ, ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു രോഗം എനിക്ക് വരുമെന്ന്, ഇങ്ങനെ ഒരു കടം വരുമെന്ന്, ഇങ്ങനെ ഒരു തകർച്ചയിലൂടെ ഞാൻ കടന്നു പോകും, ഇങ്ങനെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അനുഭവം, ഇങ്ങനെ മക്കളുടെ ജീവിതം എനിക്ക് കാണേണ്ടി വരും, ഇങ്ങനെ നോ. അവിടെയാണ് നീ വളരുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന വയൽ നിലമെന്ന് തിരിച്ചറിയുക. അവിടെ ഒരു വളർച്ചയുണ്ട്. മടങ്ങി വരവിന് തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ ചില സ്ഥലങ്ങളിൽ വളർത്തും. ഷബ റീതലമ ഷെഖനെ. സഹോദര സഹോദരി, നീ ഓടി ഒളിക്കപ്പെട്ടായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ വളർത്തുവാൻ പോകുക. അവിടെ ഉള്ളവരെ നീ നോക്കണ്ട, ദൈവം നിന്നെ വളർത്തും. സാഹചര്യം നോക്കണ്ട, ചുറ്റും നിൽക്കുന്നവരെ നോക്കണ്ട, ദൈവം നിന്നെ വളർത്തും. സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ വളർത്തും. നിനക്കൊരു വളർച്ചയുണ്ട്, ഒരു വർധനവുണ്ട്, വിശാലതയുണ്ട്. വളരുവാനായി ദൈവം നിന്നെ അയച്ചിരിക്കുന്നു. ഇതറിയണ്ടേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും? അവരോട് പറയേ, മെസ്സേജ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും ചേർത്ത് നിർത്ത്. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. വളർച്ചയുണ്ട്. ചേർന്ന് നിൽക്കുന്നവനെ ദൈവം വളർത്തും. കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓടി ഒളിക്കപ്പെട്ട സ്ഥാനത്ത്, മറയ്ക്കപ്പെട്ട സ്ഥാനത്ത്, അയ്യോ പാഷ്, സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്, ഭയപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. അവിധത്തിൽ ചേർത്ത് നിർത്തുവാൻ പ്രാർത്ഥന ഉപവാസവും നിങ്ങളെ ശക്തീകരിക്കും. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ടൊരു ഉപവാസം പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്തോ. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കെന്ന പ്രതിദിന വചന സന്ദേശമുണ്ട്. ബ്ലെസ്സിംഗ് ആണ്. ജോയിൻ ചെയ്യുക. വൈകുന്നേരം 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ജോയിൻ ചെയ്താൽ അനുഗ്രഹമായിരിക്കും. ഞായറും വെള്ളിയും സഭയുടെ മീറ്റിങ്ങുകൾ. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. പ്രൈസർ ഫാമിലിയുടെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിലുള്ള വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് 3 മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റമ്പള്ളി അമ്പലത്തിൻകാല ആ ഭാഗത്തൊരു മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെന്ന പില്ലറുകളിൽ ഉറപ്പിക്കുന്ന ഒരു ആലയമായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് കോൺടാക്ട് ചെയ്തു. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഓടിക്കപ്പെട്ട് ഇവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവിക പദ്ധതികൾ വെളിപ്പെടട്ടെ. ഒന്ന്, ഇവരിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിലൂടെ
മാറേണ്ട മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറട്ടെ. ഇവരുടെ ബഥേലുകൾ പണിതുയർത്തപ്പെടട്ടെ. ഇവരുടെ തൊഴിലിടം ഒരു ബഥേലായി മാറട്ടെ. ഇവരിന്നായിരിക്കുന്ന ഭവനം ഒരു ബഥേലായി മാറട്ടെ. ഇവരായിരിക്കുന്ന സാഹചര്യം ഒരു ബഥേലായി മാറട്ടെ. ഷബ റീദലമ ഷേഖൻ, ഇവർ ഓടിക്കപ്പെട്ട സ്ഥാനത്ത് ഇവരുടെ വളർച്ച ഉറപ്പ് വരട്ടെ. റാമ ഷേഖെ റാധൂറിയ ശബല റധരെ ശന്താർഗന സ്വർഗമതകന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. അപ്പോൾ ഇന്ന് ഈ സമയം അടിയൻ്റെ ശബ്ദം കേട്ടായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുതകരം ചലിക്കട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. റാമ ലേ ഷാഖ റാധൂറിയ ശബല റധരെ ശന്താർഗന ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ. ന്യൂറോ സംബന്ധമായ രോഗങ്ങൾ ഷബ റാധലമ ഷേഖനെ ശാരീരികമായി ബലഹീനപ്പെടുത്തുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. ഷേഖെ റാധലമ ഷേഖനെ എല്ലാ രോഗാത്മാവ് വിട്ടുമാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. കൊല്ലുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം, ആ മണ്ഡലം അഴിയട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത്, അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടത്, നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ കരങ്ങളിൽ ആ നന്മ ഉണ്ടാകട്ടെ. തൊഴിലില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല വഴികളെ തുറക്കണമേ. തടസ്സങ്ങൾ മാറട്ടെ. ജോലി ഉണ്ടായിരുന്നു, നല്ലതുപോലെ അത് ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗം പ്രവർത്തിക്കണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടത് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത്. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത്. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടത്. അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. യശോപ്പാ ഷാബാറി ദാലാമാ ഷേഖെ ഭയപ്പെടുത്തുന്ന ഒറ്റപ്പെടലുകളും ഏകാന്തതകളും മാറിപ്പോകട്ടെ. പുതിയത് ശ്രേഷ്ഠകരമായ എക്സ്പീരിയൻസുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടത്. യെസ് ലോർഡ്, അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടത്. താങ്ക് യു ലോർഡ്. ഷാബ റീധാബ ഷേഖനെ ഷമ റാഥാല. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ ലഭിക്കട്ടെ. വിദേശ രാജ്യങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്ന വഴികൾ തുറക്കണം. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ ജപ്തി നടപടികളിൽ നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തി ഒപ്പമായിരിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നാളെ ദൈവാനുസാരം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തരായിരിക്കും. അതുവരേക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.